ഹലോ ഗൈസ്, മിഡ്സമ്മറിൻ്റെ വേറെയും വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലത്തെ വൈൽഡ് ഫ്ലവർ പറിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ മെയ് പോൾ എന്നറിയപ്പെടുന്ന ഒരു വലിയ നമ്മുടെ കൊടിമരം പോലത്തെ സംഭവം ഇവർ ഡെക്കറേറ്റ് ചെയ്ത് ഉയർത്തും. എന്നിട്ട് അതിന് ചുറ്റുമാണ് ഇവരുടെ മറ്റ് ഡാൻസുകളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റോക്ക്ഹോമിൽ ഇത് നടക്കുന്ന ഏറ്റവും വലിയൊരു സ്ഥലത്ത് ഇതിപ്പോൾ കാണാൻ വേണ്ടി പോയേക്കുവാണ്. എന്തൊരു ക്രൗഡാണെന്ന് നോക്കിയേ. ഈ ഡാൻസുകൾ കണ്ടോ, നമ്മുടെ തിരുവാതിര ഇല്ലേ, അതിനൊരു ഓർഡർ ഇല്ലേ, ആദ്യം ഗണപതി സരസ്വതി പോലെ. ഇതിനും ഇവരുടെ ഈ പാട്ടുകൾക്കും ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. വെറുതെ തോന്നിയത് പാടുകയല്ല ചെയ്യുന്നത്, ഒരു ഓർഡറിലാണ് ഇവരിത് ചെയ്യുന്നത്. ഇവിടെ അത് നമുക്ക് അവരുടെ കൂടെ ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഞങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യുകയൊക്കെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇതിന് ചുറ്റുമാണ് ഈ ഡാൻസും പരിപാടികളൊക്കെ നടക്കുന്നത്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഈ സ്റ്റോക്ക്ഹോമിൽ ഇത്രയും ജനങ്ങളുണ്ടോ എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നത്ര തിരക്ക്. ഇനി അടുത്ത പരിപാടി നമുക്ക് ഈ ലീഫ് കൊണ്ടുള്ള റീത്ത് ഉണ്ടാക്കലാണ് കേട്ടോ. ഇവിടെ ഈ മരം ധാരാളമായിട്ട് സ്റ്റോക്ക്ഹോമിൽ കാണുന്നതാണ്. അതിൻ്റെ ഇലകൾ തണ്ട് വളച്ചെടുക്കാൻ ഭയങ്കര ഈസിയാണ്. ഇതിങ്ങനെ ഒടിച്ചിട്ട് നമുക്കിങ്ങനെ ചുരുട്ടി വളച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ തന്നെയാണ് കേട്ടോ ഇതിവിടെ റീത്ത് ഉണ്ടാക്കേണ്ടത്, തലയിൽ വയ്ക്കാനുള്ള ക്രൗൺ ഉണ്ടാക്കേണ്ടത്. ഋതു അത് ഉണ്ടാക്കുകയാണ്. ഇതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നതെന്ന് തന്നെ പറയാം. അത്ര ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട് കുട്ടികൾക്കൊക്കെ. അവിടെ ഇരുന്ന് അത് കുറേ നേരം ചെയ്തു. അവിടെ തിരക്ക് കണ്ടില്ലേ, എല്ലാവരും റീത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഏരിയ മുഴുവൻ ഈ ലീഫ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ആ മരമാണ് കേട്ടോ ചുറ്റിനും വളർന്നു നിൽക്കുന്നത്. അത് ഈ സ്കാൻസൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോയത്. ഇതൊരു വൈക്കിംഗ് അല്ലെങ്കിൽ ഒരു പഴയ സ്വീഡൻ വില്ലേജ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നടന്നു, അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു കഴിച്ചു. ഇതുപോലുള്ള ഗ്രാമങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വച്ചിരിക്കുകയാണ് നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. വീടുകളിലും മെയ്പോൾ ഉയർത്തി ഇവർ ആഘോഷിക്കും കേട്ടോ. കൂടാതെ അതിൻ്റെ ഇടയ്ക്ക് ഫീസ്റ്റും നടക്കും. ഹെറിങ് മീനിൻ്റെ പിക്കിളും പിന്നീട് ഞാൻ രാവിലെ കാണിച്ച സ്ട്രോബെറി ഡെസേർട്ട് കേക്കും ഒക്കെ അതിന് വിളമ്പും.